76.51 കോടി രൂപ ചിലവിൽ കിഫ്ബി പദ്ധതി വഴി നിർമ്മിക്കുന്ന കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 1.55 ലക്ഷം ചതുരശ്ര അടിയിൽ 7 നിലകളിലായാണ് ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ നിർവഹണ ഷെഡ്യൂൾ പ്രകാരം തന്നെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും SPV ഇൻകലും വീഴ്ച വരുത്തരുതെന്ന് MLA ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ മാസത്തിൽ കോൺക്രീറ്റിംഗും അനുബന്ധ പ്രവൃത്തികളും പൂർത്തീകരിക്കാനാകുമെന്ന് ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. ഗ്രൗണ്ട് ഫ്ലോറിന് താഴെയുള്ള നിലയിൽ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ, MGPS ബാറ്ററി റൂം, ലാബ്, മോർച്ചറി എന്നിവയും, ഗ്രൗണ്ട് ഫ്ലോറിൽ കാഷ്വാലിറ്റി, ട്രയാജ്, ഒബ്സർവേഷൻ റൂം, പ്രൊസീജിയർ റൂം, മൈനർ OT, CT സ്കാൻ, എക്സ്റേ, ഡയാലിസിസ് തുടങ്ങിയവയും പ്രവർത്തിക്കും. ഒന്നാം നിലയിൽ OP റൂം, ഓർത്തോ, ജനറൽ OP, ഫീവർ ക്ലിനിക്, ഡെർമറ്റോളജി, ഒഫ്താൽമോളജി, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, ENT, പീഡിയാട്രിക്, ഗൈനക്കോളജി തുടങ്ങിയവ പ്രവർത്തിക്കും. രണ്ടാം നിലയിൽ വാർഡുകൾ, ഐസൊലേഷൻ, ഡ്യൂട്ടി റൂം എന്നിവയും, മൂന്നാം നിലയിൽ വാർഡുകളും മെഡിക്കൽ ICUവുമാണ് പ്രവർത്തിക്കുക. നാലാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, പ്രീ OP റൂമുകൾ, അനസ്തേഷ്യ റൂം, സർജിക്കൽ ICU എന്നിവ ഉണ്ടായിരിക്കും. അഞ്ചാം നിലയിൽ AHU, CSSD എന്നിവ പ്രവർത്തിക്കും. കിഫ്ബിയുടെ SPV ആയ ഇൻകൽ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ നിർവഹണം. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പദ്ധതി പൂർത്തിയാകുന്നതോടെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ വിദഗ്ധ ചികിത്സ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനാകും. AC മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് പുതിയ താലൂക്ക് ആശുപത്രി നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T സോമശേഖരൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഇൻകൽ ഊരാളുങ്കൽ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.